السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد. നമ്മളിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്തതായി ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 30 ജുസുകളായി ആണ് ഇറക്കിയത്. പരിശുദ്ധ ഖുർആൻ 30 ജുസ് ഉണ്ട്. ആ 30 ജുസിൽ 114 സൂറത്തുണ്ട്. അതിൽ 113 സൂറത്തിലും ബിസ്മിയുണ്ട്. പക്ഷേ 114 സൂറത്തിലും ബിസ്മി ഉള്ളതാണ്. ഒരു സൂറത്തിൽ 2 പ്രാവശ്യം ബിസ്മി ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ 114 സൂറത്ത് 113 ബിസ്മി ആദ്യം ഉണ്ടെങ്കിലും അത് 114 ബിസ്മി അതിനകത്തുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിൽ 6666 ആയത്തുകളാണ്. 30 ജുസിൽ 6666 ആയത്തുകളുണ്ട്. അതിൽ 3,20,779 അക്ഷരങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ 30 ജുസിൽ 114 സൂറത്തുണ്ട്, 6666 ആയത്തുകളുണ്ട്, 3,20,779 അക്ഷരങ്ങളുണ്ട്. ആ 114 സൂറത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട്. പരിശുദ്ധ ഖുർആന്റെ 1/3 ഭാഗത്തിന്റെ ഫലം ഉള്ളതാണ് ആ സൂറത്ത്. ആ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഉൾപ്പെടുത്താത്ത ഒരൊറ്റ കാര്യങ്ങളുമില്ല. ഫർദ് നിസ്കാരമാകട്ടെ, സുന്നത്ത് നിസ്കാരമാകട്ടെ, അല്ലെങ്കിൽ മയ്യിത്ത് നിസ്കാരമാകട്ടെ, ഏത് നിസ്കാരമായാലും സൂറത്തുൽ ഫാത്തിഹ ഉൾപ്പെടാത്ത ഒന്നുമില്ല. ഫർദ് നിസ്കാരത്തിലാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അത് ഫർളാണ്, നിർബന്ധമാണ്, ഓതിയേ പറ്റൂ. ആ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിനിടയിൽ ഒരു അക്ഷരത്തിനോ ഒരു വള്ളിക്കോ പുള്ളിക്കോ തെറ്റ് വന്നാൽ ആ ഫാത്തിഹ സഹിയല്ല. ആ ഫാത്തിഹ നിസ്കരിക്കുന്ന നിസ്കാരവും സഹിയല്ല. സൂറത്തുൽ ഫാത്തിഹയിൽ 124 അക്ഷരങ്ങളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ 124 അക്ഷരങ്ങളാണുള്ളത്. അതിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിനിടയിൽ നമ്മൾ അറബി അക്ഷരം 28 ഉണ്ട്. അലിഫ്, ബാ, താ, സാ എന്ന് തുടങ്ങുന്ന അറബി അക്ഷരമാല 28 ആ 28 അക്ഷരങ്ങളിൽ ഫാത്തിഹയിൽ ഇല്ലാത്ത 7 അക്ഷരങ്ങളുണ്ട്. 28 അക്ഷരമാലയിൽ അറബി അക്ഷരത്തിൽ ഫാത്തിഹയിൽ ഉൾപ്പെടാത്ത 7 അക്ഷരങ്ങളുണ്ട്. ഈ ഫാത്തിഹയിൽ ഇല്ലാത്ത ഏതെങ്കിലും ഈ 7 അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം അറിയാതെ ഫാത്തിഹയിൽ കടന്നുകൂടിയാൽ ഫാത്തിഹ ശരിയല്ല, ഫാത്തിഹ സഹിയല്ല. ആ ഫാത്തിഹ ഓതി നിസ്കരിച്ചാൽ ആ നിസ്കാരവും സഹിയല്ല. അപ്പോൾ ഫർദ് നിസ്കാരത്തിലാകട്ടെ, സുന്നത്ത് നിസ്കാരത്തിലാകട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ് ഫാത്തിഹയിലെ ഈ 7 അക്ഷരങ്ങൾ. ഫാത്തിഹയിൽ ഇല്ലാത്ത 7 അക്ഷരങ്ങൾ ഒന്ന് ജീം, സാ, സാ, ഹാ, ലാ, ഫാ, ഷീൻ. ഇങ്ങനെ 7 അക്ഷരമാണുള്ളത്. ഒന്ന് ജീം, സാ. സാ എന്ന് പറഞ്ഞാൽ താഇന്റെ മുകളിൽ ഒരു കുത്തുകൂടി ഇട്ടാൽ 3 പുള്ളി, അങ്ങനെ 3 പുള്ളിയുള്ള സാ. റാഇന്റെ മുകളിൽ ഒരു കുത്തിട്ടാലുള്ള സാ. പിന്നെ ഹാ, ത്വാഇന്റെ മുകളിൽ ഒരു കുത്ത് ഉള്ളത് ലാ, ഫാ, ഷീൻ. ഇങ്ങനെ 7 അക്ഷരങ്ങളുണ്ട്. ആ 7 അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഫാത്തിഹയിൽ കടന്നുകൂടിയാൽ ഫാത്തിഹ ശരിയല്ല. അത് എത്ര വലിയ ആലിമായാലും എത്ര വലിയ പണ്ഡിതനായാലും ഫാത്തിഹ ഓതുമ്പോൾ ഈ 7 അക്ഷരങ്ങൾ ഫാത്തിഹയിൽ കടന്നുകൂടാതെ സൂക്ഷിക്കുക. അപ്പോൾ ഫാത്തിഹയിൽ അക്ഷരങ്ങൾ അറിയാതെ കടന്നുകൂടിയാൽ ഫാത്തിഹ ശരിയല്ല. ആ ഫാത്തിഹ ശരിയായിട്ട് ഓതിയില്ലെങ്കിൽ നിസ്കാരവും ബാത്തിലാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫാത്തിഹയാണ്. ഫാത്തിഹയിൽ ഈ 7 അക്ഷരങ്ങൾ കടന്നുകൂടാതെ സൂക്ഷിക്കുക. പരിശുദ്ധ ഖുർആന്റെ നിലയും വിലയും അനുസരിച്ച് അത് പാരായണം ചെയ്ത് അതുവഴി അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാനുള്ള ഒരു ബുദ്ധിയും കഴിവും ശക്തിയും എല്ലാം അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഫാത്തിഹ എല്ലാവരും ഓതുമ്പോൾ ശ്രദ്ധിച്ചോദനം. ഈ 7 അക്ഷരം ഫാത്തിഹയിൽ കടന്നുകൂടാതെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാൻ
ആ ഫാത്തിഹ സൂറത്ത് ഓതുമ്പഴി നല്ല രീതിയിൽ ശ്രദ്ധിച്ചോതി അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാനും അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.